നമുക്ക് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. നന്നായിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കാനുണ്ട്. അപ്പം അതിന് ഞാൻ എല്ലാം തനിയെ ആക്കി വെച്ചു. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കവറിലാക്കിയിട്ട് വെക്കണം. പയറും ബീൻസും ഏതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ കൊണ്ടുതാ. പയറിൻ്റെ കൂടെ ബീൻസ്. ഇതൊക്കെ ഒന്ന് പറക്കി വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇതാ പയർ, ഒരു ബീട്രൂട്ട് ഉണ്ട്, അവരക്ക ഒക്കെ തനിയെ ആക്കി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു കൊത്തവരക്ക ഉണ്ടായിരുന്നതാ. കത്തിരിക്ക, പച്ചമുളകിൻ്റെ ഇതൊക്കെ നെട്ടിയൊക്കെ കളഞ്ഞിട്ട് വെക്കണം. മുരിങ്ങക്കായ, നേന്ത്രക്കായ, വലിയ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. വലിയ മാമ്പഴം, മുട്ടക്കോസ്, പടവളങ്ങ, ക്യാരറ്റ്, വെണ്ടയ്ക്ക, പഴം, നേന്ത്രപ്പഴം ഉണ്ടോ, ഇളവൻ മത്തൻ, കത്തിരിക്ക. നമുക്ക് കരിവേപ്പില മല്ലിയൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വെള്ളം വടിയാൻ വെച്ചു. രണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതൊക്കെ ഫ്രഷായിട്ട് എവിടെയൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അതിൻ്റെ വിഷാംശങ്ങളൊക്കെ ഉണ്ടാകും, പൊടികളുണ്ടാകും. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. മല്ലിയില ഇതങ്ങനെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. കരിവേപ്പില കഴുകി കവറിലേക്കാക്കി. പുതിന അങ്ങനെ വെള്ളം വടിയാൻ ഞാനതങ്ങനെ വെച്ചിട്ടുണ്ട്. വെള്ളം വടിഞ്ഞ ശേഷം നമുക്ക് എടുത്ത് വെക്കാം. ഇനി വെണ്ടയ്ക്ക ഏതാണ്ട് ക്യാരറ്റ് ഇതൊക്കെ കഴുകി നമുക്ക് വെക്കണം. വെളുത്തുള്ളി ഉണ്ട്, കുക്കുംബറുണ്ട്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാ പച്ചക്കറികളും കഴുകി കഴിഞ്ഞു. വെള്ളം എടുത്തു, 2-3 ബക്കറ്റ് വെള്ളം എടുത്തു. അതിൽ കുറച്ച് ഉപ്പിട്ട ശേഷം നമുക്ക് കഴുകി 3 ബക്കറ്റിലേക്കായിട്ട് കഴുകി എടുത്തതാണ്. തക്കാളിയൊക്കെ ഫ്രഷായി കണ്ടോ, നിറയെ മണ്ണുണ്ടായിരുന്നു. ഓ, പയർ നോക്കൂ, പയർ കാണുമ്പോൾ തന്നെ പേടിയാവും. മുമ്പൊക്കെ പയർ ഇത്ര ഉണ്ടാവില്ല. കണ്ടോ, നല്ല വലിപ്പം. നാടൻ പയർ, പച്ചപ്പയറൊക്കെ കിട്ടിയാലേ ടേസ്റ്റ് ഉണ്ടാവില്ല. പയർ ടേസ്റ്റൊക്കെ കമ്മിയായിരിക്കും. ഇത്രയും വലിയ പയറല്ലേ. നമ്മുടെ നാടൻ പയറാകുമ്പോൾ സൂപ്പറായിട്ടുണ്ടാകും, നല്ല മണം ഉണ്ടാവും. മുട്ടക്കോസ്, ബീട്രൂട്ട് ഒക്കെ കഴുകി കഴിഞ്ഞു. പുതിന, കരിവേപ്പില, മല്ലിയിലയൊക്കെ അങ്ങനെ വെള്ളം വടിഞ്ഞ ശേഷം നമുക്ക് ഇതൊക്കെ കവറിലേക്ക് ആക്കിയിട്ട് മത്തനും ഇളവനും ഒക്കെ കഴുകി കഴിഞ്ഞു. മുരിങ്ങക്കായ, മാമ്പഴം, വാഴയ്ക്ക, എല്ലാം പച്ചമുളകിൻ്റെ നെട്ടിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെച്ചാൽ വേഗം കേട് വരില്ല, അളിഞ്ഞു പോവില്ല. കഴുകി കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ അങ്ങനെ കയറ്റി വെക്കണ്ട, അതിൽ കുറേ വിഷങ്ങളുണ്ടാകും നമ്മൾ മരുന്നടിച്ചിട്ടേ. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കവറിലാക്കി വെച്ചാൽ ഫ്രഷായിട്ടിരിക്കും. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂട്ടോ. ഇനി വൈകുന്നേരത്തെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അല്ലെങ്കിൽ തുടച്ചെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വേണം വെച്ചാൽ തുടച്ചെടുക്കുക, എന്നിട്ട് കവറിലേക്ക് ആക്കിയാൽ മതി. ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിന്ന് വൈകുന്നേരത്ത് തുടച്ചിട്ട് ആക്കി വെക്കാം. മാങ്ങയും നേന്ത്രപ്പഴവും പഴം മാത്രം വെളിയിൽ വെച്ചു. ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. നോക്കാം, ഇതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചു, കവറിലൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. തക്കാളി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. മാങ്ങ അതൊക്കെ. ഫ്രിഡ്ജ് ലൈറ്റ് ഇല്ല, അതിൻ്റെ ബൾബ് കേട് വന്നിരിക്കുകയാണ്. പൂ വെച്ചിട്ടുണ്ട്, അത് നന്നായി കെട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മണം വരില്ല. ഫ്രിഡ്ജ് ഇതാണ്, പഴയ ഫ്രിഡ്ജാണ്. നെയ്യൊക്കെ ഞാൻ പാലിൻ്റെ ആട എടുത്തിട്ടുണ്ടാക്കിയിട്ട് വെച്ചതാണ്. നമുക്ക് അത്യാവശ്യത്തിനൊക്കെ അത് മതിയല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ ലൈറ്റില്ല, ഈ അടപ്പുമില്ല. ഇങ്ങനെയാണ് ഫ്രിഡ്ജ്. ഇതൊക്കെ കവറിലാക്കിയിട്ട് കവറിലാക്കി വെച്ചു. പാല് ഇപ്പം എല്ലാം കവറിലാക്കി വെച്ചു. പഴം മാത്രം വെളിയിൽ വെച്ച് നമുക്ക് വേഗം എടുക്കാം. അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളും കവറിലേക്കാക്കി കഴുകി ഉപ്പിട്ട് വെള്ളത്തിൽ ഉപ്പിട്ടൊക്കെ പച്ചക്കറികൾ കഴുകുക, വൃത്തിയായിട്ട് വെക്കാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.